കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്ക്ക് ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ്. ഒരു പണിയും എടുക്കാതെയാണ് മല്ലിക സാരാഭായ്ക്ക് ശമ്പളം നൽകുന്നത്. തീരുമാനം കലാമണ്ഡലത്തെ സാമ്പത്തികമായി തകർക്കുമെന്ന് ഗ്രാമപ്രകാശ് പറഞ്ഞു. യോഗ്യതയുള്ളവരെ തഴഞ്ഞാണ് മല്ലിക സാരാഭായെ നിയോഗിച്ചതെന്നും ഗ്രാമപ്രകാശ് വ്യക്തമാക്കി. ഗവർണറെ മാറ്റി ചാൻസലറായി മല്ലിക സാരാഭായെ നിയമിക്കുമ്പോൾ ശമ്പളം നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 ലക്ഷം രൂപ ശമ്പളമായി നൽകാനുള്ള സർക്കാർ നീക്കം തെറ്റാണ്. തീരുമാനം കലാമണ്ഡലത്തെ സാമ്പത്തികമായി തകർക്കും. ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകാനുള്ള ശേഷി കലാമണ്ഡലത്തിന് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും തുക നൽകുന്നത് ശരിയല്ലെന്നും മുൻ രജിസ്ട്രാർ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ കൂട്ടിത്തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശമ്പള ഇനത്തിൽ 2 ലക്ഷം രൂപ കൊടുക്കുന്നത്? അപ്പോൾ ആ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ 2 ലക്ഷം കൂടെ മാസം കൊടുക്കേണ്ടി വരിക. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ ആ കലാമണ്ഡലത്തിൽ പഠിച്ച ഏകദേശം 40ഓളം അധ്യാപകരെ ഈ തവണ എടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട ജീവനക്കാർ, പാവപ്പെട്ട കലാകാരന്മാർ കഞ്ഞി കുടിച്ച് കഴിയേണ്ട പണമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സെലിബ്രിറ്റിക്ക് വേണ്ടി സർക്കാർ ചെലവാക്കേണ്ടി വരും. തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ്. മുന്നാലോചന ഇല്ലാതെ ഒരു തീരുമാനമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. ചാൻസലർ പദവിയിലേക്ക് മല്ലിക സാരാഭായേക്കാൾ യോഗ്യതയുള്ളവരെ സർക്കാർ പരിഗണിച്ചില്ല. കലാമണ്ഡലം ഗോപി ആശാനെ ചാൻസലറായി നിയമിക്കണമെന്നായിരുന്നു താനടക്കം എല്ലാവരുടെയും ആവശ്യം. ഭരതനാട്യ കലാകാരി എന്നതിനപ്പുറം ഒരു അധിക യോഗ്യതയും മല്ലിക സാരാഭായിക്കില്ലെന്നും ഗ്രാമപ്രകാശ് പറഞ്ഞു. പിന്നൊരു പണിയുള്ളത്, യൂണിവേഴ്സിറ്റിയിൽ കോൺവെക്കേഷൻ നടക്കുന്ന സമയത്ത് ബിരുദ ചടങ്ങ് നടക്കുമല്ലോ, ആ സമയത്ത് അതിൽ അധ്യക്ഷനാവുക എന്നുള്ളൊരു ജോലി അല്ലാതെ ഒരു ജോലിയും ഈ കലാമണ്ഡലം DMD യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർക്ക് ഇല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് 2 ലക്ഷം കൊടുക്കുന്നത്? പ്രത്യേകിച്ചും പണിയെടുക്കാത്ത ഒരാൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായൊരു കീഴ്വഴക്കാണ്. ശരിക്കും പറയുന്നത് സർക്കാരിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കലാമണ്ഡലത്തിന് തന്നെ അധികാരികളാണോ എന്ന് എനിക്കറിയില്ല. സർക്കാർ അത് ശരിയായ രീതിയിൽ ആലോചിച്ചിട്ടാണോ അത് ചെയ്തത് എന്ന് എനിക്കറിയില്ല. അതെന്തായാലും ഒരു തെറ്റായൊരു തീരുമാനമാണ്. പണിയെടുക്കാത്ത ഒരാൾക്ക് എങ്ങനെ ശമ്പളം കൊടുക്കുക? ശമ്പളം നൽകാത്തതിനെ തുടർന്ന് 40ഓളം അധ്യാപകർ പിരിഞ്ഞു പോകാൻ നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജനം, തൃശൂർ.